പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവിൽ വളരെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അഭിഷേകാഗ്നി ശുശ്രൂഷയിലേക്ക് യേശുനാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട വട്ടാരച്ചനോടും ബിനോയച്ചനോടും സാംസനോടൊക്കെ ചേർന്ന് ഒരു എളിയ ശുശ്രൂഷ ചെയ്യാൻ ദൈവം എന്നെ അനുഗ്രഹിച്ച ഈശോയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഇതിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാനും അഭിഷേകം ചെയ്യാനും ശക്തിപ്പെടുത്താനൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി നമുക്ക് പരിശുദ്ധാത്മാവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിക്കുന്നവനും ജീവിപ്പിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ജീവിക്കുന്നവനും ജീവിപ്പിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിക്കുന്നവനും ജീവിപ്പിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ. എന്നിൽ നിറയുന്നവനേ, എന്നിൽ വസിക്കുന്നവനേ, എന്നെ കാക്കുന്നവനേ, ആരാധന. എന്നിൽ നിറയുന്നവനേ, എന്നിൽ വസിക്കുന്നവനേ, എന്നെ കാക്കുന്നവനേ, ആരാധന. എന്നിൽ ശുദ്ധിയായി ശക്തിയായി അഭിഷേകമായി വരണേ, എന്നിൽ ശുദ്ധിയായി ശക്തിയായി അഭിഷേകമായി വരണേ. ശുദ്ധത കാത്തൊരു വിശുദ്ധനാകാൻ കൃപയും നീ തരണേ. ശുദ്ധത കാത്തൊരു വിശുദ്ധനാകാൻ കൃപയും നീ സ്നേഹത്തോടെ പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ആരാധന. ദൈവാരൂപിയേ, അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ആരാധന. ദൈവാരൂപിയേ, അങ്ങേക്ക് ആരാധന. ദൈവാത്മാവിലെന്നെന്നും ആരാധന, ദൈവാത്മാവിലെന്നെന്നും ആരാധന. ഒരിക്കൽ കൂടി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എല്ലാ ജീവിതങ്ങളിലും നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, എന്നെ ഭരിക്കണമേ, എന്നെ നയിക്കണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ, വഴി നടത്തണമേ. പരിശുദ്ധാത്മാവേ, എന്നെ നയിക്കുന്നവനേ, എന്നെ ഭരിക്കുന്നവനേ, എൻ കൂടെ ഇരിക്കുന്നവനേ, ആരാധന. എന്നെ നയിക്കുന്നവനേ, എന്നെ ഭരിക്കുന്നവനേ, എൻ കൂടെ ഇരിക്കുന്നവനേ, ആരാധന. എന്നിൽ സ്നേഹമായി ദൈവഭക്തിയായി ചൈതന്യമായി വരണേ, എന്നിൽ സ്നേഹമായി ദൈവഭക്തിയായി ചൈതന്യമായി വരണേ. കത്തി ജ്വലിച്ചൊരു സാക്ഷിയാകാൻ അഗ്നി പകർന്നിടണേ. കത്തി ജ്വലിച്ചൊരു സാക്ഷിയാകാൻ അഗ്നി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ആരാധന. ദൈവാരൂപിയേ, അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ആരാധന. ദൈവാരൂപിയേ, അങ്ങേക്ക് ആരാധന. ദൈവാത്മാവിലെന്നെന്നും ആരാധന, ദൈവാത്മാവിലെന്നെന്നും ആരാധന. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, അങ്ങ് വലിയ കരുണയോടെ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങയെ സ്നേഹിക്കാനും ആരാധിക്കാനും എളിയ ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ.
പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഔസേപ്പിതാവിൻ്റെയും മിഖായേൽ മാലാഖയുടെ പ്രത്യേക സഹായം ഞങ്ങൾ ചോദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ശാന്തമായിട്ടിരുന്ന് ഒരു ടെസ്റ്റിമണി കേൾക്കാം. ദൈവമായ കർത്താവ് നമ്മുടെ അഭിഷേകാഗ്നി ശുശ്രൂഷകളെയൊക്കെ എത്രയോ വിലമതിക്കുകയാണ്. ഇത്രയും വർഷങ്ങളായി കർത്താവിൻ്റെ കരുണ കാരണം നമുക്കിങ്ങനെ ദൈവം ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങൾ കാണാനും കേൾക്കാനും ദൈവത്തിന് നന്ദി കൊടുക്കാനും മഹത്വപ്പെടുത്താനൊക്കെ ദൈവം നമുക്ക് അവസരം തരുന്നല്ലോ. എല്ലാറ്റിനും ഓർ നന്ദി പറഞ്ഞ് ഈ ഒരു എളിയ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. ഇരിഞ്ഞാലക്കുട രൂപതയിലെ പുത്തഞ്ചിറ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് സിയ രാജു. ഇരിങ്ങാലക്കുട എന്നാണ് വരുന്നത്. എൻ്റെ മകൻ്റെ പേര് ആൻ്റണി ജോവ. ആൻ്റണി ജോൺ. ഓ വെരി ഗുഡ്. ആൻ്റണി ജോവ. എൻ്റെ മോൻ 6ാം ക്ലാസ്സിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. അവന് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫേസിന് താഴെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ബ്ലഡ് ക്ലോട്ടായോണം തടിച്ച് വന്നു. അത് ചിലത് ചെറുതും ചിലത് വലിയ ഇതിലായിട്ടാണ് വന്നിരുന്നത്. ശരീരം മൊത്തം വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ തടിപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ അവന് നല്ല പെയിനും ഉണ്ടായിരുന്നു. തൊടുമയൊക്കെ ഭയങ്കര കരച്ചിലാണ്, നല്ല വേദനയുണ്ടായിരുന്നു. അതൊരു ഒരു ദിവസം ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോഴാണ് ആദ്യം കുറച്ച് സ്ഥലം വന്നു, 2ാമത്തെ ദിവസം കുറച്ചും കൂടി സ്ഥലം വന്നു, 3ാമത്തെ ദിവസമായി ഇപ്പോൾ മൊത്തമായി. ഫേസിൽ മാത്രമല്ല, ബാക്കി എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇരിഞ്ഞാലക്കുടയിൽ തന്നെ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഒന്നും പറഞ്ഞില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ആകെ വിഷമമായി. ഇങ്ങനെയൊക്കെ ചെന്ന് പറഞ്ഞിട്ടും അവരൊരു മരുന്നും തന്നില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് ചെന്നു. അപ്പോഴും ഡോക്ടർ പറഞ്ഞു, മരുന്നൊന്നും കഴിക്കണ്ട, ടെസ്റ്റിൻ്റെ റിസൾട്ട് വരട്ടെ, നമുക്ക് കുറച്ച് ടെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം ടെസ്റ്റിന് കൊടുത്തു. കുറച്ച് എക്സ്പെൻസീവായുള്ള ടെസ്റ്റാണ്. അപ്പോൾ ഞാൻ തന്നെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി വരുമ്പോൾ ആരെങ്കിലും കൂട്ടി വന്നാൽ മതി, ഒറ്റയ്ക്ക് വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മൺഡേ ആണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ 1 വീക്ക് അങ്ങനെ കഴിഞ്ഞു. മൺഡേ ആണ് റിസൾട്ട് വരുന്നത്. സൺഡേ ഞങ്ങൾ TV-യിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം കാണാറുള്ളതാണ്. അപ്പോൾ ആ സൺഡേ ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിൻ്റെ ഇടയിൽ ടെസ്റ്റ് എടുക്കാൻ നിന്നപ്പോൾ ഞങ്ങളവിടുത്തെ നേഴ്സിനോട് ചോദിച്ചു, എന്ത് ടെസ്റ്റാണ് നടത്തണേന്നൊക്കെ ചോദിച്ചു. കാരണം എനിക്ക് അങ്ങനെ ഇതേവരെ അങ്ങനെ ഒറ്റയ്ക്ക് പോയൊരു ശീലമൊന്നുമില്ല, ആദ്യമായിട്ടാണ് അങ്ങനെ പോണത്. അപ്പോൾ ആൾ പറഞ്ഞു, ടെൻഷനൊന്നും അടിക്കണ്ട, അവർ പറഞ്ഞതൊരു ക്യാൻസറിൻ്റെ ടെസ്റ്റാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ നമ്മൾ തളർന്നോണായി, പിന്നെ ആകെ കരച്ചിലായി. പിന്നെ അന്നത്തെ ദിവസം ഭക്ഷണമൊന്നുമില്ല. സൺഡേ പ്രാർത്ഥനയിൽ ഞാനും മോനും അമ്മാമ്മയും ഒക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിരുന്നു. അപ്പോൾ മോൻ പറഞ്ഞു, അവൻ്റെ മനസ്സിൽ അവൻ പറഞ്ഞതാണ്, എനിക്ക് ടെസ്റ്റ് റിസൾട്ടിൽ ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അഭിഷേകാഗ്നിയിൽ അച്ഛൻ്റെ അടുത്ത് വന്നൊന്ന് പറയും, അട്ടപ്പാടിയിൽ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് പറയുമെന്ന് അവൻ തന്നെ അത് പറഞ്ഞു. ആ പ്രോഗ്രാം കഴിഞ്ഞ് പിറ്റേ ദിവസം റിസൾട്ട് വന്നപ്പോൾ റിസൾട്ടിൽ ഒന്നുമില്ല, ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യണ്ടെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ക്യാൻസറും ഇല്ല, ഒന്നുമില്ല. റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ ഇവൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, അമ്മേ ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പം നമുക്ക് അങ്ങോട്ട് പോകേണ്ട വരും എന്ന് പറഞ്ഞു. ഇപ്പം 3 വർഷം കഴിഞ്ഞു, ഇതുവരെ പിന്നെ കുഴപ്പമില്ല, പിന്നെ വന്നിട്ടില്ല. പിന്നെ ശരീരത്തിൽ പൊങ്ങിയ ആ തടിപ്പൊക്കെ തന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാം തന്നെ മാറി, നീല കളറൊക്കെ ഫുൾ മാറി, ഒക്കെ നോർമലായി. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊട്ടാണ്ട് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. കാരണം ശരീരം മൊത്തം ആ കളറ് വന്നപ്പോൾ അത് പൊട്ടിയ ബ്ലഡ് പോകുന്നു, ശരീരം ഇങ്ങനെ പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തം പിന്നെ തൊലിയില്ല, പിന്നെ മൊത്തം ഒരു വ്രണം പോലെ ഇരിക്കും ശരീരം. അങ്ങനത്തെ ഒരു അതുകൊണ്ടാണ് ഡോക്ടർ പറയുന്നത് പൊട്ടാതെ. സ്കൂളിലേക്കൊന്നും വിടാണെങ്കിൽ തന്നെ കുട്ടീനെ ഒറ്റയ്ക്ക് മാറ്റിയിരുത്തിയാൽ മതി എന്നുള്ളത് ഭയങ്കര. ഡോക്ടർ പല നിർദ്ദേശങ്ങൾ കൊടുത്ത് 2-3 നമ്മൾ കേട്ടിട്ടുള്ളൂ, അതുപോലെ പല നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഇവർക്ക് അങ്ങോട്ട് ടെൻഷനായി, ക്യാൻസറും അതുകൊണ്ടൊക്കെ ആയിപ്പോഴത്തേനും ആകെ ഫാമിലി ഡോക്ടറുണ്ട് ഇവരുടെ. വിൻസെന്റ്, എന്താ സംഭവം? ഇവരുടെ ഈ അസുഖത്തെ കുറിച്ച് ഇവരുടെ ഫാമിലി ഡോക്ടർ അമ്മച്ചോട് പറഞ്ഞത്, ഇത് ശരിക്കും ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ക്യാൻസർ ഉണ്ടെങ്കിലാണ് ഇത് കാണിക്കുക. മകനതറിയില്ല, ആരോടത് പറഞ്ഞിട്ടില്ല. എന്നിട്ടാണ് ഈ ടെസ്റ്റിന് പോയത്. ഈ ടെസ്റ്റിന് കൊടുത്തിട്ട് ഞായറാഴ്ച അഭിഷേകാഗ്നി കണ്ട്
അമ്മച്ചിയും മകനും അവരുടെ അമ്മയും കൂടി ഇരുന്ന് ചങ്ക് പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ സമയത്താണ് മോൻ കണ്ടിട്ടുണ്ട് ഈ അഭിഷേകാഗ്നിയിൽ സാക്ഷ്യപ്പെടുത്താൻ വരുന്നവരെ കണ്ടിട്ടുണ്ട്. ആ സമയത്താണ് അവൻ്റെ മനസ്സിലെങ്ങനെ തോന്നിയത്, എൻ്റെ അസുഖം മാറി കിട്ടുകയാണെങ്കിൽ ഞാൻ അട്ടപ്പാടി പോയി അച്ഛൻ്റെ അരികെ ചെന്ന് ഈ രോഗം മാറിയത് ലോക ജനത മുഴുവൻ പറഞ്ഞ് അറിയിക്കും, ഞാൻ എൻ്റെ മഹത്വം ദൈവത്തിന് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഒരു നേർച്ച നേർന്നു. അതാണ് 2-3 ദിവസം കൊണ്ട് അത്ഭുതം നടന്നത്. അങ്ങനെ ഒരു സംഭവം പിന്നീട് 4 വർഷമായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ കംപ്ലീറ്റ് മാറി. ഒരു മരുന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഒരു മരുന്നും കഴിക്കേണ്ടി വന്നില്ല. ശരിയാണോ? ശരിയാണ്. അതെ, ശരിക്കും നീ ആ അഭിഷേകയുടെ സമയത്ത് നീ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു അല്ലേ, എനിക്ക് ഇതൊന്ന് മാറ്റി തരുവാണ്, ഞാൻ അട്ടപ്പാടി വന്ന് സാക്ഷ്യപ്പെടുത്താം. എങ്ങനെ നീ പ്രാർത്ഥിച്ചേ? ഞാൻ പറഞ്ഞു, ഈ അഭിഷേകാനിയുടെ സമയത്ത് എന്നോട് സാക്ഷ്യപ്പെടുത്താൻ ആൾക്കാർ വരാറുണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്നോട് പറഞ്ഞു, എൻ്റെ രോഗം മാറാണെങ്കിൽ അഭിഷേകാനിയും വന്ന് ഞാൻ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു. ഈശോയോട് പറഞ്ഞു. എല്ലാവരും ഇപ്പം ഇതിനു മുമ്പ് ഇവൻ അഭിഷേകത്തിന് കാണുന്ന സമയത്ത് ഇങ്ങനെ ആളുകളെല്ലാം വന്ന് ഇങ്ങനെ ഓരോരോ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞ് കണ്ടപ്പോൾ ഈ കുട്ടിയുടെ ഉള്ളിലേക്കും വിശ്വാസത്തിൻ്റെ ഒരു കൃപ വന്ന് പ്രവേശിച്ച്, വിശ്വാസത്തിൻ്റെ കൃപ നിറഞ്ഞു. അതുകൊണ്ട് അവനൊരു പ്രതികൂലം വന്നപ്പോൾ അവനെന്ത് ചെയ്തു? അവൻ തളർന്നില്ല. അവൻ പറഞ്ഞു, ദൈവമുണ്ട്, പേടിക്കാനില്ല, ദൈവമുണ്ട്, ദൈവം വിളിച്ച വിളികൾക്കും പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം തരുന്നവനാണ് ദൈവം. ഞാൻ എൻ്റെ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, ഇപ്പം എൻ്റെ ശരീരം മുഴുവൻ ഇരിക്കുകയാണ്, ഡോക്ടർമാർ പറഞ്ഞത് ചിലപ്പോൾ പൊട്ടിയ പ്രശ്നമാവും, പൊട്ടാതെ സൂക്ഷിക്കണം, മറ്റു കുട്ടികളുടെ അടുത്ത് ഇരിക്കരുത്, ഇത് എങ്ങനെ ടേൺ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയമാണ്. ഇതെല്ലാം ശരീരം ഇങ്ങനെ കളറൊക്കെ മാറിയില്ല, ഇങ്ങനെ ഇങ്ങനെ ചുവന്ന കളർ പോലെ വരും. ഈ തടിപ്പിന് എങ്ങനെ കളർ? നീല കളർ. തടിപ്പ് ഇങ്ങനെ വരുന്നൊക്കെ നീല കളർ. തടിച്ച് മാത്രമല്ല, അതിങ്ങനെ നീല കളറായിരിക്കും. ബ്ലഡ് ക്ലോട്ട് ആയാണെന്ന് തന്നെ കിടക്കും. ബ്ലഡ് ക്ലോട്ടായിട്ട് നീല കളർ. അപ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ ക്ലോട്ടായിട്ട് തടിച്ച് നീല കളറിൽ കിടക്കുകയാണ്. അത് ചെറുതൊന്നല്ല, നല്ല വലുപ്പത്തിലാണ് വന്നിരുന്നത്. നമ്മുടെ കൈയുടെ ഒക്കെ വലുപ്പത്തിലാണ്. ഈ കൈപ്പത്തിയുടെ ഒക്കെ വലുപ്പത്തിലുള്ള അത്ര ഇങ്ങനെ തടിച്ച് നീല കളറായി കിടക്കും. അപ്പോൾ ശരിക്കും ശരീരത്തിൽ അവിടെ നിൽക്കുന്ന സമയത്ത് നോക്കിയാൽ ഒരു ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തന്നെ ഭയങ്കര തളർച്ച വരും. അപ്പോൾ അതുകൊണ്ട് കുടുംബാംഗങ്ങളെല്ലാം, പിന്നെ ക്യാൻസർ എന്നൊരു ഇങ്ങടെ ഒരു റെഫറൻസ് വന്നതോടുകൂടി ആകെ വിഷമായി കുടുംബത്തിൽ മൊത്തം എല്ലാവർക്കും. അങ്ങനെ ഇവർ കരഞ്ഞ് പ്രാർത്ഥിച്ച് എന്തായാലും ശരി. പിന്നെ അത് താന്നു പോയി. പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ? ഇതുവരെ ഇവനെ വന്നിട്ടില്ലല്ലോ. അത് എന്തിനങ്ങനെ പൊങ്ങി വന്നതെന്ന് അറിയില്ല, ആർക്കും അറിയില്ല. അത് കംപ്ലീറ്റ് താന്നു പോയി. പിന്നെ ഇപ്പം എത്ര വർഷമായി? 2 വർഷമായി, 3-4 വർഷമായി, 3.5 വർഷം. ഇപ്പോൾ 4ാമത്തെ വർഷമാണ്. 4 വർഷമായിട്ട് ഇതുവരെ പിന്നെ അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടായിട്ടുമില്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല സന്തോഷമായിരിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവ് ചെയ്ത വലിയ കരുണയ്ക്കും വലിയ അത്ഭുതത്തിനും വലിയ സമാശ്വാസം നന്ദി പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് നമ്മൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്, പൗലോസ്ലീഹ പ്രീച്ച് ചെയ്തപ്പോൾ അദ്ദേഹം പ്രീച്ച് ചെയ്ത പ്രഘോഷിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമായിരുന്നു ആത്മനിയന്ത്രണം. ആത്മനിയന്ത്രണം എന്ന വലിയ പുണ്യം നമ്മളെ ശക്തിപ്പെടാനും ഒപ്പം അതിനുവേണ്ടിയുള്ള ആഗ്രഹം നമ്മളെ വർദ്ധിക്കാനും വേണ്ടിയാണ് ഇന്നത്തെ ശുശ്രൂഷ. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ അദ്ദേഹം ഇങ്ങനെ സുവിശേഷ പ്രഘോഷണം നടത്തി പോകുമ്പോൾ അദ്ദേഹത്തെ പലതരം പ്രതിസന്ധി ഉണ്ടായി. ഇപ്പോൾ അപ്പോസ്തലപ്രവർത്തനം 24-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഒരു സംഭവം വായിക്കുന്നുണ്ട്. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഫെലിക്സ് യഹൂദയായ ഭാര്യ ദ്രൂസില്ലായോടൊപ്പം വന്ന് പൗലോസിനെ വിളിപ്പിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അവനിൽ നിന്ന് കേട്ടു. അപ്പോൾ നിങ്ങൾക്കറിയാം, പന്തിയോസ് പീലാത്തോസിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ യൂദയായിലെ ഗവർണറായിട്ട് മാറിയ വ്യക്തിയാണ് അന്റോണിയോസ് ഫെലിക്സ്. അദ്ദേഹം AD 52 മുതൽ 59 വരെ ഈ ജൂദയായുടെ ഗവർണറായിട്ട് പ്രൊക്കുറേറ്ററായിട്ട് അദ്ദേഹം ജോലി ചെയ്തു. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കൂടെയുള്ള സ്ത്രീയുടെ പേര്, ഭാര്യയുടെ പേര് ദ്രൂസില്ല എന്നാണ്. ഈ ദ്രൂസില്ലയുടെ പ്രത്യേകത, അവൾ സത്യം പറഞ്ഞ സീസൂസ് എന്ന് പറഞ്ഞ വേറൊരു രാജാവിൻ്റെ ഭാര്യയായിരുന്നു. സിറിയയിലുള്ള അവിടെ ദേശത്തുള്ള രാജാവിൻ്റെ ഭാര്യയായിരുന്നു. പിന്നെ അയാൾ ഉപേക്ഷിച്ച് ഇതിൻ്റെ കൂടെ ഈ ഫെലിക്സിൻ്റെ കൂടെ വന്നു. ഫെലിക്സിന് വേറൊരു ഭാര്യ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട അങ്ങനെ ഒരു അന്ധകാരത്തിൻ്റെ ഒരു മേഖല അവിടെയുണ്ട്. അപ്പോൾ ഈ അവസ്ഥയാണ്. ഇദ്ദേഹം ഗവർണറാണ്, നമുക്കറിയാം. പന്തിയോസ് പീലാത്തോസാണ് യേശുവിനെ കൊല്ലാൻ വേണ്ടി വിധിച്ചത്. അതേപോലെ എന്ത് വിധിക്കാനുള്ള അധികാരമുള്ള ഈ ഫെലിക്സിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ പൗലോസ്ലീഹയുടെ ടീച്ചിങ്ങിൽ, അദ്ദേഹത്തിൻ്റെ പ്രഘോഷണത്തിൽ ശക്തമായ ഭാഷയിൽ അദ്ദേഹം എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത്? അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവൻ നീതിയെക്കുറിച്ചും ആത്മനിയന്ത്രണത്തെക്കുറിച്ചും വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും സംസാരിച്ചപ്പോൾ ഫെലിക്സ് ഭയപ്പെട്ടിങ്ങനെ പറഞ്ഞു, തൽക്കാലം നീ പൊയ്ക്കൊള്ളുക, ഇനിയും എനിക്ക് സമയമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം. അതായത് ഒരു രക്ഷകനെ യഹൂദന്മാരെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ദ്രൂസില്ല എന്ന് പറഞ്ഞ രാജ്ഞിക്ക് അറിയാം രക്ഷകൻ.
അതൊരു പക്ഷേ യേശുവാണെന്ന് അവർക്ക് വിശ്വാസം ഇല്ല, നമുക്കറിയത്തില്ല. പക്ഷേ യേശുവിനെക്കുറിച്ച് കേൾക്കാൻ അവർക്ക് ആഗ്രഹമുണ്ടായി. യേശുവിനെക്കുറിച്ച് കേൾക്കാൻ വേണ്ടി ആഗ്രഹം ഉണ്ടായി വന്നു കഴിഞ്ഞപ്പോൾ ശക്തമായ ഭാഷയിൽ പൗലോസ്ലീഹ പറഞ്ഞ കാര്യം എന്താ? നീതിയെക്കുറിച്ച് പറഞ്ഞു, ആത്മനിയന്ത്രണത്തെക്കുറിച്ച് പറഞ്ഞു, ന്യായവിധി, 3 കാര്യങ്ങളെക്കുറിച്ച് ശക്തമായ ഭാഷയിൽ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇദ്ദേഹത്തിൽ അനുതാപം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൽ ശരിക്കും അനുതാപം ഉണ്ടായില്ല. കാരണം എന്താ? അതിലൊരു കാരണം അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, പൗലോസിൽ നിന്ന് കൈകൂലി കിട്ടുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. അതിനാൽ പലപ്പോഴും അവൻ പൗലോസിനെ വരുത്തി സംസാരിച്ചിരുന്നു. ഇപ്പോൾ പൗലോസിൽ നിന്ന് കൈക്കൂലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പൗലോസിനെ ഫ്രീ ആക്കി വിടാമെന്നൊക്കെ അദ്ദേഹം കരുതിയെങ്കിലും അങ്ങനത്തെ രീതിയിലേക്ക് പൗലോസ്ലീഹ പോയില്ല എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വെല്ലുവിളിക്കുന്ന തരത്തിൽ നീതിയെക്കുറിച്ച്, നീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കുന്നതാണ് നീതി എന്ന് പറയണത്. റൈറ്റ് ലിവിങ് അക്കോർഡിംഗ് ടു ദ സ്റ്റാൻഡേർഡ് ഓഫ് ഗോഡ്. അതുപോലെ തന്നെ ന്യായവിധി, അതിനെക്കുറിച്ച് ശക്തമായ ഭാഷയിൽ പ്രിയപ്പെട്ടവരെ പൗലോസ് പ്രീച്ച് ചെയ്യുകയാണ്, പ്രഘോഷിക്കുകയാണ്. അതുപോലെ തന്നെ ആത്മനിയന്ത്രണം, സെൽഫ് കൺട്രോൾ. പൗലോസ്ലീഹയുടെ പ്രഘോഷണത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു മേഖലയാണ് ഈ സെൽഫ് കൺട്രോൾ. ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പ്രീച്ച് ചെയ്തു. പക്ഷേ ഇദ്ദേഹത്തിൽ ഫെലിക്സിൽ വ്യത്യാസമൊന്നുമില്ല എന്ന് മാത്രമല്ല, 2 വർഷം കൂടെ തടവുകാരനായിട്ട് പൗലോസിന് കഴിയേണ്ടി വന്നു. പക്ഷേ പൗലോസ് ഈ ഒരു പ്രഘോഷണത്തിൽ ഒരു കുറവും വരുത്തിയില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ആത്മനിയന്ത്രണം. ഇപ്പോൾ വചനം കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ ആഴത്തിൽ വളരേണ്ട ഒരു പുണ്യമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാണ് ആത്മനിയന്ത്രണം. പൗലോസ് ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം നമുക്കറിയാം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയണ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ആത്മനിയന്ത്രണം, സെൽഫ് കൺട്രോൾ. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് 2 തിമോത്തി 1:7 2 തിമോത്തി 1:7 ഇങ്ങനെ ഒരു വചനമുണ്ട്. വചനം ഇതാണ്: നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവിനെയാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പലതുയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഫെലിക്സിന് മാനസാന്തരം ഉണ്ടായില്ല. പക്ഷേ പൗലോസിന്റെ പ്രീച്ചിങ് ഒരു കുറവുമില്ലാണ്ട് പൗലോസ് പറഞ്ഞു. അതുകൊണ്ടാണ് 1 കൊരിന്ത്യസ് 9-ാം അധ്യായത്തിന്റെ അവസാനത്തെ 3 വാക്യങ്ങൾ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ 25-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയണത്: കായികാഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു, അവർ നശ്വരമായ കിരീടത്തിന് വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത്, നാം അനശ്വരമായതിനു വേണ്ടിയും. ശ്രദ്ധിച്ചേ, അതായത് നമുക്ക് ഈ അനശ്വരമായ കിരീടം, സ്വർഗം, നിത്യജീവൻ, കർത്താവ് നമുക്ക് നൽകാൻ പോകുന്ന പ്രതിഫലത്തെക്കുറിച്ച് നമുക്ക് വലിയൊരു ചിന്തയും ബോധ്യമുള്ളത് കൊണ്ട് നമ്മുടെ ഫോക്കസ്, നമ്മുടെ ശ്രദ്ധ എവിടെയാണ്? ആത്മനിയന്ത്രണം. കാരണം നമ്മുടെ പാപത്തിലേക്കുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ചായ്ച്ചിലുകളെ നിയന്ത്രിച്ച് കീഴടക്കിയില്ലെങ്കിൽ നമ്മൾ എളുപ്പമല്ല നിത്യജീവൻ പ്രാപിക്കാൻ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് 2 കൊരിന്തോസ് അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം കർത്താവിൻ്റെ ജീവനുള്ള വചനം പറയണത് എന്തുകൊണ്ടെന്നാൽ, ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം. അപ്പം ന്യായാസനത്തിന് മുമ്പിൽ വരണം, നീതിവിധിയുണ്ട്. അപ്പോൾ നമ്മൾ ആത്മനിയന്ത്രണം ഇല്ലാതെ ഇഷ്ടാനുസരിച്ച് ജീവിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ട് പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ് 1 കൊരിന്തോസിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 26-ാമത്തെ വാക്യം: ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല, ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായുവിൽ പ്രഹരിക്കുന്നത് പോലെയല്ല. ഇത് പറയാണ്, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ശക്തമായൊരു വചനമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ ഒരു കൃപ നമ്മുടെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. സുഭാഷിതം 25:28: ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യൻ കോട്ടകളില്ലാത്ത നഗരം പോലെയാണ്. അതായത് കോട്ട എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുന്ന കാര്യം. ഇപ്പം നമുക്ക് ആത്മനിയന്ത്രണമില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്താ? സംഗതി സമ്പത്ത് കാണും, കാര്യങ്ങളെല്ലാം കാണും, പക്ഷേ സംരക്ഷണമില്ല. പറഞ്ഞ ഹല്ലേലൂയാ. സെൽഫ് കൺട്രോൾ പ്രൊട്ടക്ട്സ് എ പേഴ്സൺ. സെൽഫ് കൺട്രോൾ ഇല്ലേ, ആത്മനിയന്ത്രണം ഇല്ലേ, അപ്പം നമ്മുടെ ഓരോ വികാരങ്ങളും നമ്മളെ നിയന്ത്രിച്ച് നമ്മൾ അതിന് അടിമയായിട്ട് പോകും. ഒരുപക്ഷെ ജഡത്തിൻ്റെ ആയിരിക്കും, ഒരുപക്ഷെ അമിതമായ കോപമായിരിക്കും, എന്തെങ്കിലും ആകട്ടെ,
നിയന്ത്രിച്ച് കീഴടക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഈ വചനം ഏറ്റു പറയാം. ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യൻ, ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യൻ കോട്ടകളില്ലാത്ത നഗരം പോലെയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമുക്ക് നല്ല സംരക്ഷണം, അതാണ് ആത്മനിയന്ത്രണം. നമ്മളെ നിയന്ത്രിക്കുക. പത്രോസിന് 1 ലേഖനം 4:7 അവിടെ പത്രോസ് പറയുന്നത് ഇങ്ങനെയാണ്: സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കുവിൻ. ശ്രദ്ധ വേണം, ആത്മനിയന്ത്രണം വേണം. വചനം നമ്മൾ ഓർപ്പിക്കുകയാണ്. വീണ്ടും സുഭാഷിതം 16:32 ക്ഷമാശീലൻ കരുത്തനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഉയർത്തി വചനം നേറ്റു പറഞ്ഞ ക്ഷമാശീലൻ കരുത്തനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ്. ഇപ്പൊ പ്രിയപ്പെട്ട ഒരു ആത്മനിയന്ത്രണം വലിയൊരു പുണ്യമാണ്, വലിയൊരു കൃപയാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതിലൊരു ഫോർമേഷൻ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഹെബ്രായലേഖനം 12:11 ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 11 എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു, എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു. ആത്മനിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ ഇതാണ്, നമ്മളെ തന്നെ പരിശീലിപ്പിക്കണം. അൽഫോൺസാമ ഒരിക്കൽ വിശുദ്ധ അൽഫോൺസാമ പറഞ്ഞെങ്ങനെയാണ്: ചെറിയ കുരിശെടുക്കുന്നവനെ വലിയ കുരിശെടുക്കാൻ പറ്റുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. ജീവൻ പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിനെ കുറിച്ച് പറഞ്ഞ 1-2 കാര്യം നമുക്കൊന്ന് പഠിക്കാം. അതിന് 1730 CCC 1730 ഞാൻ വായിച്ച് കേൾപ്പിക്കാം. സ്വന്തം പ്രവർത്തികൾ തുടങ്ങാനും നിയന്ത്രിക്കാനും കഴിവുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം നൽകിക്കൊണ്ട് ബുദ്ധിശക്തിയുള്ളവനായി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. മനുഷ്യൻ അവൻ്റെ തന്നെ ആലോചനാശക്തിയുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചു. സ്വമേധയാ സ്വന്തം സ്രഷ്ടാവിനെ അന്വേഷിക്കാനും അവിടുത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സമ്പൂർണവും സൗഭാഗ്യപൂരിതവുമായ പൂർണ്ണതയിലേക്ക് സ്വതന്ത്രമായി എത്താനും വേണ്ടിയാണത്. മനുഷ്യൻ ബുദ്ധിയുള്ളവനാണ്, അതുകൊണ്ട് അവൻ ദൈവത്തെ പോലെയാണ്. അവൻ സ്വതന്ത്ര മനസ്സുള്ളവനായി സൃഷ്ടിക്കപ്പെട്ടവനും തൻ്റെ പ്രവൃത്തികളുടെ നിയന്താവുമാണ്. അതായത് പ്രിയപ്പെട്ടവർ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ബുദ്ധിയുള്ള മനുഷ്യൻ ദൈവത്തെ പോലെയാണെന്ന് പറയുന്നത്. ദൈവം നമുക്ക് ബുദ്ധി തന്നു, നമ്മൾ മൃഗത്തെ പോലെയല്ല. ഇതുപയോഗിച്ച് നമ്മുടെ തന്നെ നിയന്ത്രിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകം ചെയ്യുകയാണ്. അതിനോട് നമ്മൾ ആഗ്രഹിക്കണം, ചോദിക്കണം, പ്രാർത്ഥിക്കണം, എളിമപ്പെടണം. പറഞ്ഞ സന്തോഷത്തോടെ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആത്മനിയന്ത്രണം ശുദ്ധതയും വളരെയധികം അടുത്തു പോകുന്ന പുണ്യങ്ങളായതുകൊണ്ട് CCC 2338 ഇങ്ങനെ പറയുന്നുണ്ട്: ശുദ്ധതയുള്ള വ്യക്തി തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും കഴിവുകളുടെ സമഗ്രതയെ സംരക്ഷിക്കുന്നു. ഈ സമഗ്രത വ്യക്തിത്വത്തിൻ്റെ ഐക്യം കാത്തു സൂക്ഷിക്കുകയും അതിനെ മുറിപ്പെടുത്തുന്ന ഏതൊരു പ്രവൃത്തിയെയും ചെറുക്കുകയും ചെയ്യുന്നു. ദ്വിധ ജീവിതവും ദ്വിധ സംഭാഷണവും അത് സഹിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലൊന്ന് വിചാരിച്ച് വേറൊന്ന് സംസാരിക്കുക, അശുദ്ധി മനസ്സിൽ വിചാരിച്ച് നമ്മൾ വിശുദ്ധ പോലത്തെ സംസാരിക്കുക, അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. ആത്മനിയന്ത്രണത്തിൻ്റെ കുറവാണത്. നമ്മുടെ ജീവിത ശൈലിയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ് ആത്മനിയന്ത്രണം. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ടാണ് 2339 CCC ഇങ്ങനെ പറയണത്: ശുദ്ധതയിൽ സ്വയം നിയന്ത്രണത്തിനുള്ള പരിശീലനം, അതായത് മനുഷ്യ സ്വാതന്ത്ര്യത്തിലുള്ള ശിക്ഷണം ഉൾപ്പെടുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് വ്യക്തമാണ്. ഒന്നുകിൽ മനുഷ്യൻ തൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കുകയും സമാധാനം നേടുകയും ചെയ്യുന്നു, ശ്രദ്ധിച്ചു കേട്ടോ, അല്ലെങ്കിൽ അവയാൽ അടിമത്തത്തിലേക്ക് നയിക്കപ്പെടാൻ അനുവദിക്കുകയും ദുരിതപൂർണനാകുകയും ചെയ്യുന്നു. അന്ധമായ ഉൾപ്രേരണകൾക്കും ബാഹ്യമായ സമ്മർദ്ദങ്ങൾക്കും വിധേയനാകാതെ വ്യക്തിപരമായ ആന്തരിക പ്രചോദനത്താൽ നയിക്കപ്പെട്ട് ബോധപൂർവകവും സ്വതന്ത്രവുമായ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് പ്രവർത്തിക്കാൻ മനുഷ്യൻ്റെ മാഹാത്മ്യം ആവശ്യപ്പെടുന്നു. വികാരങ്ങളുടെ എല്ലാ അടിമത്തത്തിൽ നിന്നും മോചിതനായി സ്വാതന്ത്ര്യത്തോടെ നന്മ തെരഞ്ഞെടുത്തുകൊണ്ട് തൻ ലക്ഷ്യം പിന്തുടരുകയും അതിന് യോജിച്ച മാർഗങ്ങൾ ഫലപ്രദമായും പാടവപൂർവമായും ഉത്സാഹത്തോടെയും സ്വായത്തമാക്കുകയും ചെയ്യുമ്പോൾ
മനുഷ്യൻ തൻ്റെ മാഹാത്മ്യം തേടുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ആത്മനിയന്ത്രണം എന്ന വലിയ പുണ്യത്തിൽ നമ്മൾ വളർന്നാലേ നമുക്ക് നമ്മുടെ മനുഷ്യൻ്റെ മാഹാത്മ്യം, നമ്മളെ ദൈവം സൃഷ്ടിച്ചപ്പോഴുള്ള കാര്യം നിർവഹിക്കാൻ പറ്റുകയുള്ളൂ എന്ന് കർത്താവിൻ്റെ സഭ നമ്മളെ പ്രത്യേകം പഠിപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വീണ്ടും എൻ്റെ 2340 ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ജ്ഞാനസ്നാന പ്രതിജ്ഞകളോട് വിശ്വസ്തത പാലിക്കുവാനും പ്രലോഭനങ്ങളെ ചെറുക്കുവാനും ആഗ്രഹിക്കുന്നവൻ അപ്രകാരം ചെയ്യാൻ വേണ്ടി ആത്മജ്ഞാനം, തൻ്റെ സാഹചര്യങ്ങൾക്ക് ചേർന്ന തപശ്ചര്യ, ദൈവകൽപ്പനകളുടെ അനുസരണം, ധാർമ്മിക സുഹൃതങ്ങളുടെ അഭ്യസനം, പ്രാർത്ഥനയിലുള്ള വിശ്വസ്തത എന്നീ മാർഗങ്ങൾ അവലംബിക്കും. ഇപ്പം നമുക്ക് ജ്ഞാനസ്നാനത്തിൽ കിട്ടിയ കൃപകൾ, വിശുദ്ധി എല്ലാം വളർത്താനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. പ്രത്യേകിച്ച് ആത്മനിയന്ത്രണത്തിൽ വളരണം. അതുകൊണ്ട് അഗസ്ത്യനോസിൻ്റെ ഒരു കാര്യം കൂടെ അവിടെ പ്രത്യേകം പറയുകയാണ്. അഗസ്ത്യൻ പറഞ്ഞ എങ്ങനെയാണ്: പലതായി ചിതറിപ്പോയ നാം ഒരുമിച്ച് കൂട്ടപ്പെടുന്നതും ഐക്യത്തിലേക്ക് വീണ്ടും നയിക്കപ്പെടുന്നതും ശുദ്ധതയിലൂടെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. 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 ആ വാക്യം ഒന്ന് എല്ലാവരും കൂടെ നേറ്റ് പറഞ്ഞേ: പലതായി ചിതറിപ്പോയ നാം ഒരുമിച്ച് കൂട്ടപ്പെടുന്നതും ഐക്യത്തിലേക്ക് വീണ്ടും നയിക്കപ്പെടുന്നതും ശുദ്ധതയിലൂടെയാണ്. പ്രിയപ്പെട്ടവർ, അത്രയും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആത്മനിയന്ത്രണം. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ശുദ്ധത. ചിതറിപ്പോയ നമ്മളെ ഒരുമിച്ച് കൂട്ടുന്നത് അതിലൂടെയാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ തുടർന്ന് ആരാധന വെച്ച് കുറേ സമയം പ്രാർത്ഥിക്കുന്നു. വലിയ അഭിഷേകം പരിശുദ്ധാത്മാവ് നൽകും. ഈ ഒരു പുണ്യങ്ങളിൽ ധാരാളം വളരാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രധാനമായും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആത്മനിയന്ത്രണം എന്ന വലിയ പുണ്യം നമ്മളിൽ ആഴപ്പെടാൻ വേണ്ടിയിട്ടാണ്. പാപത്തോടുള്ള നമ്മുടെ ചായ്ച്ചലുകളെല്ലാം ഈ ഒരു പുണ്യം ഉപയോഗിച്ച് കീഴടക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. 2 തിമോത്തി 1:7 പൗലോസ് പറഞ്ഞതുപോലെ, നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. ഈ ആത്മാവ് നമ്മളിൽ ശക്തിപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളിൽ ശക്തിപ്പെടട്ടെ. ആത്മനിയന്ത്രണം എന്ന പുണ്യം നമ്മളിൽ ആഴപ്പെടട്ടെ. എല്ലാ തരത്തിലുള്ള അശുദ്ധിക്കെതിരായി നല്ല യുദ്ധം ചെയ്യാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ 2 കരങ്ങളും ഉയർത്തി, പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളുടെ മേൽ കടന്നു വരണമേ. പരിശുദ്ധാത്മാവേ ഈ പുണ്യം ഞങ്ങളിൽ ആഴപ്പെടുത്തണമേ. വലിയ ദാഹത്തോടെ കഴിഞ്ഞ കാലത്തെല്ലാ ബലഹീനമായ പ്രകൃതത്തിലേക്കും ദൈവശക്തി നിറയാൻ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയാൻ കരങ്ങൾ ഉയർത്തി ഉറക്കെന്ന് വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ പാടിക്കേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ. തുടർന്നുള്ള നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ എല്ലാ അവസ്ഥകളും സമർപ്പിക്കാം. വിശ്വാസം വർദ്ധിക്കട്ടെ, പ്രത്യാശ വർദ്ധിക്കട്ടെ, സ്നേഹം വർദ്ധിക്കട്ടെ. യേശുവിൻ്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യട്ടെ. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആശീർവാദം സ്വീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ,